അങ്ങനെ ബോധം പോയ ഹീറോയിനെയും ആ നായയും ഹീറോയുടെ ഫ്രണ്ടാകും വീട്ടിൽ സേഫായിട്ട് എത്തിച്ചത്. കുറച്ചു നേരം കഴിഞ്ഞ് ബോധം വരുമ്പോൾ അവൾ കഴിഞ്ഞതെല്ലാം അവൾ ഓർക്കുന്നു. അവൾക്ക് ബോധം വന്നത് കൊണ്ട് ഹീറോയ്ക്കാണ് സന്തോഷം. അന്നേരം എവിടേക്കോ അവൾക്ക് മുഷിഞ്ഞ മണം. ഹീറോയെ മണത്തു നോക്കുമ്പോൾ ആകെ വിയർപ്പിന്റെ മണമാണ് വരുന്നത്. അതിനാൽ ഉടനെ തന്നെ ഹീറോയുടെ തുണിമണികളെല്ലാം അഴിച്ച് അവൾ അവനെ കുളിപ്പിച്ചു. അവൾ അവന്റെ എല്ലാം കണ്ടല്ലോ എന്നുള്ള നാണത്തിലാണ് ഇപ്പോൾ ഹീറോ. പക്ഷേ സമയം പോകുന്തോറും ഹീറോയ്ക്ക് നായിൽ നിന്ന് മനുഷ്യനായി മാറേണ്ട സമയമായി. ഹീറോയ്ക്ക് ഉടുക്കാൻ പോലും ഒരു തുണിയില്ല. സോ അവൾക്കൊപ്പം വന്ന് രാത്രി കിടക്കുകയാണ്. പിറ്റേ ദിവസം അവൾ ഓഫീസിലെത്തുമ്പോൾ അസിസ്റ്റന്റ് ലേഡി കമ്പനിയുടെ ഒരു വലിയ ക്ലയന്റിനെയാണ് നീ വെറുപ്പിച്ചു വിട്ടത്. അയാൾ അടിച്ചിപ്പോൾ അയാൾ ഹോസ്പിറ്റലാണ്. നഷ്ടപരിഹാരമായി ക്യാഷും അതുപോലെ തന്നെ ബോസ് നിന്നെ പുറത്താക്കുമെന്ന് പറഞ്ഞ് അവൾ ഭീഷണിപ്പെടുത്തിയപ്പോൾ ഹീറോയിൻ അത് കേട്ടു നിന്നില്ല. അവൾക്കൊരു അടി കൊടുത്തിട്ട് നിങ്ങൾ എന്താണ് ചെയ്തത്? അവിടെ തന്നെ നിങ്ങൾ ഇതെല്ലാം കണ്ടു നിന്നതല്ലേ? എന്നെ അവർ കുടിപ്പിച്ച് കിടത്തുന്നത് കണ്ടു എന്ന് പറഞ്ഞ് തർക്കമാകുമ്പോൾ ഒരാൾ വന്ന് ഹീറോ 10 മിനിറ്റിനുള്ളിൽ മീറ്റിംഗ് വെച്ചിട്ടുണ്ട് എല്ലാവരോട് പറയാനായി പറയുന്നു. ഹീറോ ഇത്രയും രാവിലെ മീറ്റിംഗ് വെച്ചത് എല്ലാവർക്കും കൺഫ്യൂഷനായി. ചിലരൊക്കെ പറയുന്നത് ഇനി ആ ക്ലയന്റിനെ വെറുപ്പിച്ചുകൊണ്ട് അവളെ കമ്പനിയിൽ നിന്ന് പുറത്താക്കാനാകും. ഇതോടെ നിന്റെ കഥ കഴിയും. എന്നാൽ ഹീറോ വന്നുടനെ മീറ്റിംഗ് വെച്ചത് വേറൊന്നുമല്ല, ഹീറോയിനെ ഹീറോയുടെ പേഴ്സണൽ സെക്രട്ടറിയെ നിയമിച്ചിട്ടുള്ള കാര്യം പറയാനാണ്. എന്നാൽ ഇത് ആ ലേഡി ഒട്ട് സമ്മതിക്കുന്നില്ല. നമ്മുടെ കൂട്ടത്തിൽ ഒരു ക്ലയന്റ് പോയത് ഇവൾ കാരണമാണ്, ഇവളെ കമ്പനിയിൽ നിന്ന് പുറത്താക്കണമെന്ന് പറയുമ്പോൾ ഹീറോ കമ്പനി കോൺട്രാക്ട് നൽകിയിട്ട് ജോലിക്കാരായാലും ക്ലയന്റ് ആണെങ്കിലും ഡ്രിങ്കൊക്കെ കൊടുത്ത് ശല്യപ്പെടുത്താനോ ഉപദ്രവിക്കാനോ നോക്കുന്നത് ആരാണെങ്കിലും അത് എവിടെ വെച്ചാണെങ്കിലും പുറത്താക്കുമെന്ന് പറഞ്ഞ് ഉപദ്രവിക്കാൻ കൂടെ നിന്ന് അസിസ്റ്റന്റ് ലേഡിയും കൂടി പുറത്താക്കുകയാണ്. തുടർന്ന് പാട്ട് വേണമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക്